ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ ഇഷ്ട വിഭവമായ ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് അരിപ്പൊടി അളന്നിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി വിസ്ക് വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് തീ കത്തിച്ച് ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിം വയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഈ മാവ് പതുക്കെ ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇളക്കി ഇത് കുറുക്കി അടയുടെ മാവാക്കി എടുക്കണം. പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലെ ജലാംശമെല്ലാം വറ്റി ഇത് ഒരു മാവ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന പരുവമാകുമ്പോൾ തീ ഓഫാക്കാം. ഇപ്പോൾ ഇലയടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അല്പം കശുവണ്ടി പരിപ്പ് ഞാൻ വറുത്ത് കോരുന്നുണ്ട്. ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് അതോടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരവി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ചിരവി തേങ്ങയും നെയ്യിലിട്ട് പതുക്കെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ശർക്കര പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ഞാൻ ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അടയുടെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടയുടെ മാവിൽ നിന്നും 1 ഉരുള എടുത്ത് നമുക്ക് വാഴയിലയിൽ കൈവച്ച് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. അടയ്ക്ക് എത്രത്തോളം കനം കുറയുന്നോ അത്രത്തോളം രുചി കൂടുന്നതാണ്. വാഴയിലയുടെ അറ്റത്തോട്ട് മാവ് പോകരുത്. ഇതുപോലെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് അട പരത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ തേങ്ങയുടെ കൂട്ട് നിരത്തി കൊടുക്കാം. പകുതി ഭാഗം മാത്രം ഈ ഫില്ലിങ്സ് വെച്ചാൽ മതി. ഇതുപോലെ വെച്ച ശേഷം നമുക്ക് വാഴയില മടക്കിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മടക്കിയെടുക്കാം. എനിക്ക് 4 അടയ്ക്കുള്ള മാവാണ് ലഭിച്ചത്. അങ്ങനെ 4 അടയും ഞാൻ തയ്യാറാക്കി സ്റ്റീമറിൽ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടകളെല്ലാം നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണല്ലോ ഇലയട. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.